ഹായ്, ജാസ്മിൻ ജാഫറിന്റെ പുതിയ ഒരു ഇഷ്യൂ. അവൾക്കത് ഇഷ്യൂ ഒന്നും ആവത്തില്ല. കാരണം ഇനിയിപ്പം നമുക്ക് കണ്ണന്റെ കിണ്ണിയെ പോലെ പുതിയ എന്തെങ്കിലും സർക്കസുകൾ കാണിക്കാമെന്നായിരിക്കും പുള്ളിക്കാരത്തിന്റെ വിചാരം എന്ന് തോന്നുന്നു. ആകെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി നടക്കുകയാണ് പെങ്കൊച്ച്. മുൻപൊക്കെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതിന്റെ റീസൺ മറ്റൊന്നുമില്ല, കൊച്ചു പിള്ളേർ തൊട്ട് അവളുടെ സബ്സ്ക്രിപ്ഷനിലുണ്ടായിരുന്നു. കാരണം അവളുടെ പേജ് ആര് ഹാൻഡിൽ ചെയ്തു, അവർ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ പോരുന്നത് +2 പഠിക്കുന്ന കുട്ടി, അതിന് താഴോട്ടുള്ള കുട്ടികളായിരുന്നു അവളുടെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സിന്റെ ഇതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ഹ്യൂജായിട്ട് പുള്ളിക്കാരത്തെ കയറി അങ്ങ് 10 ഇതിലേക്ക് പോയത്. 10 ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് ഓടി കയറിയതിന്റെ കാരണം അതാണ്. ഇച്ചിരി അഹങ്കാരമൊക്കെ പെൺകുട്ടികൾക്ക് വേണം, ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരുന്ന പെൺകുട്ടികൾ കൊള്ളത്തില്ല എന്നുള്ള അഭിപ്രായക്കാരി തന്നെയാണ് ഞാനും. പക്ഷേ ഇത് കുറച്ച് ഓവർ ആറ്റിറ്റ്യൂഡും ഓവറായിട്ടുള്ള ഡിസിഷൻസ്, അതായത് റോങ് ഡിസിഷൻ മേക്കറിൽ നമ്പർ 1 ആരാണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ജാഫർ ആണെന്ന് പറയും. എന്തായാലും ജാസ്മിൻ ജാഫറിനെ ചുറ്റിപ്പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടുത്തെ അമ്പലക്കുളത്തിൽ പോയി കിടന്ന് കളിച്ച് അതിൻ്റെ ഒരു റീൽ എടുത്തതാണ്. ആക്ച്വലി ഇതൊരു റീൽ ഷൂട്ടാണ്. ഒരു ഹിന്ദു പെൺകുട്ടിയായിട്ടുള്ള ഒരു ഇത് അങ്ങനെ ആവാൻ ഉള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ മതമില്ലാതെ വരുന്ന ഒരു ടേമുണ്ട്. അത് സത്യത്തിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഒരു മതവിഭാഗത്തിലുള്ളവർ ഓവർ സ്ട്രിക്റ്റ് ആകുമ്പോൾ പെൺകുട്ടികൾ വിചാരിക്കും എനിക്കിത് വേണ്ട എന്നുള്ളത്. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താധാരയുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കൈ കടത്തുമ്പോൾ ചിലർ അങ്ങനെയാണല്ലോ, തലയിൽ തട്ടമിടാത്തത് എന്താ, അതങ്ങനെ ചെയ്യാത്തത് എന്താ, ഇതങ്ങനെ ചെയ്യാത്ത, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങളെ നിർബന്ധിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങളിലൊന്നും നിർബന്ധം പാടില്ല. നിർബന്ധം പറയുന്നത് നന്നായി മനുഷ്യരെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. മൃഗതുല്യമായ ജീവിതം നയിക്കരുത് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ആദ്യമെല്ലാം നമുക്ക് ജാസ്മിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നതും ജാസ്മിൻ ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയെ ഫേസ് ആയിട്ട് തന്നെയാണ്. അങ്ങനെ കുറേ പെൺകുട്ടികളുണ്ട്, തട്ടം തലേന്ന് വീഴാതെ ശ്രദ്ധിക്കുക മാത്രമല്ല ഭയങ്കരമായിട്ട് മതവിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രത്യേക തരം. ഇപ്പം തട്ടം പോയിട്ട് ഒരു കുറ്റവും ഇല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്. ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അവർ ഇതേപോലെ പെൺകുട്ടികൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവർ ധരിക്കുന്ന വസ്ത്രത്തിലേക്ക് കയറി പിടിക്കും. അതൊരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അവർക്ക് അതങ്ങനെയാണ്. വസ്ത്രത്തിനോട് അവർ ഭയങ്കരമായ ഒരു കൺസേൺ കൊടുക്കുന്നവരാണ്. പെൺകുട്ടികൾ അങ്ങനെ എക്സ്പോസ് ആവുന്നതിനോടോ മറ്റുള്ളവർ അവരെ പറ്റി വൾഗറായി ചിന്തിക്കുന്നതിനോടോ നമുക്ക് എതിർപ്പുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ പെൺകുട്ടികളും നമ്മളുടെ സഹോദരിമാരെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഈ ചേട്ടന്മാർ കിടന്ന് കരയുന്നതെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും നെറ്റിയടിയാണ് ആ പെണ്ണ് സപ്പോർട്ടേഴ്സിന് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ജാസ്മിൻ ജാഫറിന്റെ അഹങ്കാരം അങ്ങനെയായിരുന്നു. വാസ്തവത്തിൽ ബിഗ് ബോസിലെ വിന്നർ ആകേണ്ടിയിരുന്ന പെണ്ണായിരുന്നു. അവൾക്ക് അത്രത്തോളം എബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആ എബിലിറ്റിയെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തൊരു മണ്ടൂസ് ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് അവൾ കാണിച്ചു കൂട്ടിയ ഈ പേക്കൂത്തിൻ്റെ ഒരു ഇത്. അവൾക്ക് 6 മാസത്തിൽ കൂടുതൽ ഒരാൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആദ്യം മുന്നേ പിന്നെ കുറെ 6 മാസം 7 മാസമാണെന്നു ടൈം ഡ്യൂറേഷൻ, അടുത്ത ആൾ, അതിനുശേഷം അടുത്ത ആൾ, ഇങ്ങനെ ഒരു ലെവലിലേക്ക് അവൾ പോകുന്നു. മേ ബി അത് അവളുടെ ഒരു എന്താ പറയുക, 7 മാസം വരെ നന്നായി ഇടപഴകുമ്പോഴായിരിക്കും കൃത്യമായിട്ട് അവൻ്റെ ക്യാരക്ടർ മനസ്സിലാവുമ്പോൾ അവൾ വേണ്ടാന്ന് വെക്കുന്നത് അതുകൊണ്ടായിരിക്കും. അങ്ങനെ നിരന്തരമായിട്ട് ഷട്ടൂരി കളയുന്ന കണക്ക് ബന്ധം ഊരി കളയുന്ന ഒരു കുട്ടിയാണത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ നാൾ, ഒരു 7 മാസം 8 മാസത്തോളമാണെന്ന് തോന്നുന്നത്, അത് 1 ഇയറോളം. അതെ, ഒരു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 1 ഇയർ ആയല്ലോ. അപ്പോൾ അത്രത്തോളം കാലം ഗബ്രിയെ കൊണ്ട് നടന്നിരുന്നു. ഗബ്രിയുടെ കൂടെ വിദേശത്ത് പോകുന്നു. പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കപ്പോൾ പറയണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പിന്നെ എന്തിനാ വെറുതെ എന്ന്. ഇടയ്ക്ക് വെച്ച് ഗബ്രിക്കൊപ്പം വിദേശത്ത് എവിടെ പോകുമ്പോൾ ഏതോ ഒരുത്തം വന്ന് അവളെ കൈ പിടിച്ച് ഉമ്മം വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ ഇവർ പോയി ചേർന്നിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ, അത് ക്വയറ്റ് അങ്ങനത്തെ ഒരു സർക്കിളാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധി നല്ലതാണ്. ചില പരിധികൾ നമ്മൾ ലംഘിക്കപ്പെടുമ്പോൾ മോശമായിട്ട് വരും. ഇപ്പോൾ ഗബ്രി എന്ന് പറയുന്ന ഉറ്റ സുഹൃത്താണ്. അവൻ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതൊന്നും ആരും ഇത്ര കണക്കാക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ വേറൊരുത്തൻ വന്ന് ഓടി വരുന്നു, അങ്ങനെ ഒന്നും ചെയ്യുന്നു, അവൻ ഫ്ലേർട്ടാണ് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിനെ വിലക്കാനും ഒന്നും തയ്യാറാകാതെ കൂട്ടുകാരൻ ഗബ്രി നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുകയാണ്. അവളത് ആസ്വദിക്കുകയാണ്. സത്യത്തിൽ അവൾ അപ്സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് വേറെ വഴിയില്ല. നന്നായി അഭിനയിക്കാൻ അറിയുന്ന ഇവർക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ കിട്ടണം, കൂടുതൽ സിനിമ കിട്ടണം. നാഷണൽ അവാർഡ് ജേതാവ് വരെ ആകാനല്ല യോഗ്യതയുള്ള ആളാണ് ജാസ്മിൻ എന്ന് ഞാൻ പറയും. നമ്മുടെ നാട്ടിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഫിനാൻഷ്യലി കുറച്ച് സൗണ്ടായി കഴിയുമ്പോൾ അവരോട് പൊതുവേ ആളുകൾക്കൊരു അസൂയ, അനാവശ്യമായിട്ടുള്ളൊരിതുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ ജാസ്മിനോട് ആളുകൾക്കുള്ളതെന്ന് തോന്നിയാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കുടുംബത്തിൻ്റെ കാര്യവും പഴയ കാര്യവും ഒക്കെ പെൺകുട്ടി വളരെ വേദനയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കുടുംബക്കാർ തന്നെ ഡ്രസ്സുകളൊന്നും കൊടുക്കാതെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്.
അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉള്ളവരൊക്കെയാണ് ഇങ്ങനെയൊക്കെ എത്തുക എന്നുള്ളത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, എല്ലാവർക്കും അങ്ങനത്തെ കുറേ പാസ്റ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ ആ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലുള്ള ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത്. നാണം കെട്ട് പണം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഇപ്പം അതൊന്നും അല്ല വിഷയം. ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതാണ്. ഈ മേത്തച്ചികളെല്ലാം കൂടെ ഓടി അങ്ങ് അമ്പലത്തിലോട്ട് ഓടി കയറുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. അമ്പലത്തിൽ പോകുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. എത്രയോ വേറെ ക്ഷേത്രവും ക്ഷേത്രക്കുളങ്ങളുമുണ്ട്. ആരും കംപ്ലൈൻറ്റ് ചെയ്യാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയിരുന്ന് സർക്കസ് കളിച്ചാൽ പോരെ. എന്താണ് ഈ ഡയറക്റ്റ് ഗുരുവായൂരേക്ക് പോകുന്നത്? ഒന്നാമത് അവിടെ ഒരു വലിയൊരു പ്രശ്നം നടന്നിരുന്ന സംഭവമാണ്. അവിടെ ഈ ജസ്ന സലീം എന്ന പെൺകുട്ടി ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ മുഴുക്ക ചതിച്ചുകൊണ്ട് ഈ ഒരു പിന്നെ കണ്ണൻ്റെ ചിത്രം വിറ്റ് അങ്ങനെ, അതായത് അവളുടെ ചിത്രം വരെ കൂടെ അല്ല ആരുടെയെന്നോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി പൊതുമാധ്യമത്തിൽ നിന്ന് ആളുകളെ ചതിച്ച് മാത്രവുമല്ല, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുറേ അധികം ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. അതാണ് നന്ദന സിനിമയൊക്കെ സൂപ്പർ ഹിറ്റ് ആവാനുള്ളത്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കൃഷ്ണൻ വന്നു എന്നും കൃഷ്ണൻ പെൺകുട്ടിക്കൊപ്പം നിന്നു എന്നും ഒക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് ആ ചിത്രം അത്രത്തോളം വിജയിച്ചത്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കൃഷ്ണൻ്റെ ഒരു ഇതായിട്ട് കണക്കാക്കുന്ന ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി അത്രത്തോളം തീവ്രമായി ചിന്തിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി അപമാനിക്കാൻ, അല്ലെങ്കിൽ അവർക്കാർക്കും പോലും ഒരു റീൽസ് എടുക്കാൻ പറ്റാത്തതക്കവണ്ണം പ്രോബ്ലം ഉള്ള ഒരു ഏരിയയിലേക്ക് ഈ തള്ളിക്കയറിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. വളരെ തെറ്റായ ഒരു കാര്യമാണ് ഈ പെണ്ണെ ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ അതാണെങ്കിൽ പോലും മാപ്പ് പറഞ്ഞ് മാറുന്നതായിരിക്കും ഇത്. ജസ്ന സലീമിനെതിരെ കേസ് വരുമ്പോൾ ജസ്ന സലീം പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് കേസൊന്നുമില്ല, അങ്ങനെ അവർ പറയുള്ളൂ. FIR ഇട്ട വ്യക്തിയാണ് ഞാൻ, അവർക്കെതിരെ FIR ഉണ്ട്, അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു ജാമ്യത്തിൽ പോയതിൻ്റെ രേഖകളുണ്ട്. പക്ഷെ അവർ പറയും എനിക്കെതിരെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. സത്യത്തിൽ ഇവർക്കെതിരെ കോടതി അലക്ഷ്യം അതിന് കേസുണ്ട്. അതുമാത്രമല്ല അനധികൃത, അതായത് ട്രസ്പാസിന് കേസുണ്ട്. ട്രസ്പാസ് എന്ന് മാത്രമല്ലല്ലോ, ആ അമ്പലത്തിനൊരു പവിത്രതയുണ്ട്. അവിടെ കയറി നിന്നുകൊണ്ട് അടി ഉണ്ടാക്കാനും പച്ചപ്പോക്കൃത്തരം പറയാനും ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തി ഇന്ന് ഗവൺമെൻറ് സെക്ടറിൽ ജോലിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടു കൂടി ഒന്ന് പറയുന്നുണ്ട് ജസ്ന. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതേ സാധനം തിരിച്ച് ചെയ്താൽ ഈ കമ്മ്യൂണിറ്റികളുള്ളവർ മിണ്ടാതിരിക്കും. സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പം മുസ്ലിം പെണ്ണുങ്ങൾ പോലും പള്ളിക്കകത്തേക്ക് വെള്ളിയാഴ്ചയ്ക്ക് ആണുങ്ങൾ മാത്രമാണ് പോകുന്നത്, പെണ്ണുങ്ങൾ പോലും പോകുന്നില്ല. പോകുന്നതിന് വിലക്കുണ്ടെന്നല്ല അർത്ഥം. പക്ഷെ അങ്ങനെ പോലും പോകാത്ത ഒരിടത്തേക്ക് ചെന്ന് പെട്ടെന്ന് കുറേ പെണ്ണുങ്ങൾ ഇച്ചിരി അരയും കുറയും ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു റീൽസ് ഇട്ടാൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവർ മിണ്ടാതിരിക്കും. എന്തൊക്കെ കേൾക്കേണ്ടി വരും? എന്തിനധികം ആ ഹൈന്ദവ മത വിശ്വാസികൾ പോലും അതിനെതിരെ സംസാരിക്കും. ഇതൊക്കെ പൊക്കൃത്തരല്ലേ, ഇതൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടാവുക. അപ്പം നമ്മൾ ഒരു ആരാധനാലയത്തിൽ പോകുന്നത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ശബരിമലയ്ക്ക് പോകാറുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളവരൊക്കെ പോകാറുണ്ട്. കാരണം കൂട്ടുകാരൊക്കെ പോകുമ്പോൾ അവർക്കൊപ്പം വ്രതം എടുത്തിട്ട് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇൻഫാക്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പോകാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്നത് തെറ്റെന്നല്ല പറയണത്. പക്ഷെ അതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു മര്യാദയ്ക്ക് പോകും അല്ലേ, അമ്പലത്തിൽ പോകുമ്പോൾ അതുപോലെ പോകും, അതേ സ്കൂളിൽ പോകുമ്പോൾ ആ മര്യാദയ്ക്ക് പോകും. എല്ലായിടത്തും ഒരു ഡ്രസ് കോഡ് നമ്മൾ അലിഖിതമായിട്ടാണെങ്കിലും ഉണ്ട്. അത് വേണമെന്ന് ചോദിച്ചാൽ അത് കമ്പൽസറി ആണെന്നേ. ചില ഇടങ്ങളിൽ അങ്ങനെ പറ്റുള്ളൂ. ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് നിങ്ങളൊരു മരണ വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. കല്യാണത്തിന് അങ്ങനെയാണോ നമ്മൾ പോവുക? അപ്പോൾ ഈ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ഈ ബിക്കിനി എന്നത് ഉദ്ദേശിക്കുന്നത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനിടുന്ന സാധനം, അതും ഇട്ടുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോകേണ്ടത്. ശരിയാണ്, നീന്താനും പിടിക്കാനും ഒക്കെ ഇത്തിരി സുഖമുള്ളത് ഇങ്ങനത്തെ തുണി ഒന്നും ഇല്ലെങ്കിൽ അതാണ് സുഖം, സ്വിമ്മിംഗ് പൂളിൽ അതാണ് നല്ലതെന്ന് പറയും. പക്ഷെ അത് മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളിടുന്ന വസ്ത്രം നമ്മളല്ല കാണുന്നത്, മറ്റുള്ളവരാണ് കാണുന്നത്. അപ്പം ഇതിനകത്ത് വസ്ത്രത്തിൻ്റെ കേസല്ല, ആ അമ്പലത്തിനെ വൃത്തികേടാക്കാനായിട്ട് അങ്ങോട്ട് ചാടി കയറരുത്. അവർക്ക് ചില ചര്യകളുണ്ട്, ആചാരങ്ങളുണ്ട്, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിയാത്തവർ അങ്ങോട്ട് തള്ളിക്കൊണ്ടു പോരുത്. ആരായിരുന്നാലും ഈ പെണ്ണിനെ കൊണ്ടുപോയി അവിടെ വെച്ചൊരു വീഡിയോ ഷൂട്ട് നടത്തിയതിൻ്റെ പിന്നിൽ ഇവളെ ഏറി കയറ്റിയിട്ടാണെങ്കിലും ഈ സാധനം വൈറലാകണം, അതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വൈറലാകലിന് കർശനമായ നടപടിയെടുക്കണം. ആരായിരുന്നാലും അവർക്കെതിരെ കേസ് കൊടുത്തവർ കണക്കായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അവിടെ പോയി സർക്കസ് കാണിക്കാൻ പോകരുത്. എന്തിനാണ് അതിന് പോകുന്നത്? അത്രയും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കല്യാണ ദിവസമൊക്കെ നിങ്ങൾ പോയി നോക്കണം. അതെന്താ വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുവട്ടത്തൊന്നും അമ്പലങ്ങളില്ലായിട്ടാണോ മെനക്കെട്ട കെട്ടിക്കയറി അങ്ങോട്ട് പോകുന്നത്? അവർക്ക് അത്രയും വിശ്വാസമാണ് ആ ഒരു ഏരിയ. അവിടെ പോയി കിടന്ന് ഈ ബഹളം കാണിച്ചതിനോട് എനിക്ക് വിയോജിപ്പാണ്. എൻ്റെ അഭിപ്രായം അതാണ്. മാത്രവുമല്ല ജാസ്മിന് ആവശ്യമില്ലാത്ത വേലയാണിത്. ഇനി മുൻപോട്ട് സിനിമയിൽ അഭിനയിക്കണം,
ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ അവഹേളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചർച്ചയ്ക്കാവുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്. നിങ്ങളാണോ മുസ്ലിമിൻ്റെ വക്താവെന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട, ഞാൻ മുസ്ലിമിൻ്റെ വക്താവൊന്നുമല്ല. പക്ഷെ ചില ഇടങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഹറാസ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷനാണിത്. ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ലെവൽ അറിയാമല്ലോ. തട്ടമിട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഈ മുസ്ലിമായി ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളതും ഒരു വലിയ ടാസ്ക്കാണ്. അത് മനസ്സിലാകാൻ കോമൺ സെൻസ് മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്യപ്പെടുമെന്നും അവരെ അപമാനിക്കപ്പെടുമെന്നൊരു ബോധം വേണം. അപ്പോൾ ജാസ്മിൻ ഒരു സഹോദരനുണ്ട്. ആ ചെറുക്കനിക്ക് ഇവളെ ഇങ്ങനെയിട്ട് ഇത് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുമോ? ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങണ്ടേ? നാളെ വെഞ്ഞാറമൂടിലെ പയ്യനെ പോലെ മാറാനും ചാൻസ് ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചായാലും അമ്മയെക്കുറിച്ചൊക്കെ മോശക്കേട് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നും മക്കൾക്ക്. അപ്പോൾ അവർ വല്ലാണ്ട് റിയാക്ട് ചെയ്യും. അതിന് പുറത്തുള്ളവരാണ് കാരണമെങ്കിൽ അവരോടായിരിക്കും വൈരാഗ്യം. പക്ഷെ വീട്ടിലുള്ളവർ തന്നെ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഇതൊക്കെ. അവർക്കും അങ്ങനെയൊക്കെ വരാം. അപ്പോൾ കുട്ടിയുടെ ഭാവിയെങ്കിലും ജാസ്മിൻ ഓർക്കണമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പള്ളിയിൽ പോയി പള്ളിക്കഞ്ഞി വാങ്ങിക്കുന്ന വാപ്പ, കേടി വാപ്പാക്ക് അറിയത്തില്ലേ മകളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം? എന്താണെന്നറിയാമോ? അച്ഛൻ ഇരിക്കേണ്ടടുത്ത് അച്ഛൻ ഇരുന്നില്ല, അതുകൊണ്ടാണ്. അച്ഛൻ്റെ പണി ചെയ്യാത്തത് കൊണ്ടാണ് മകൾക്ക് ഇതുപോലുള്ള ഫ്രീഡം കിട്ടിപ്പോകുന്നത്. ഫ്രീഡം കൊടുക്കണോ വേണ്ടെന്നല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ കർശനമായി മക്കളോട് ചില ഇടപെടലുകൾ നടത്തണം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ പൊടി കുട്ടിയായിരിക്കുന്ന ഒരു കുഞ്ഞ് വെള്ളം കണ്ടാൽ ഓടിപ്പോകും, വെള്ളമാണെന്ന് പറഞ്ഞിട്ട് അതിന് ആഴമുണ്ട്, അതിനകത്ത് വീണ ചത്തുപോകും. നമുക്ക് ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വിടാത്തത്. മണ്ണ് വാരി തിന്ന് കളയും. അത് ആഹാരമല്ല, മണ്ണാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുമെന്ന് നമുക്ക് ബോധമുള്ളതുകൊണ്ട് നമ്മളത് തട്ടി വിലക്കും. ഇത്തരം വിലക്കലുകൾ ഒരു പരിധിവരെ മാതാപിതാക്കൾ നടത്തണം. അതങ്ങനെയല്ലേ? അപ്പോൾ ആ കുട്ടി പോകുന്ന പാത്തിലേക്ക് പോകട്ടെ, നമുക്ക് മാസം പൈസ കിട്ടിയാൽ മതി എന്ന ലെവലിലിരിക്കുന്ന തന്തയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ കുറ്റക്കാരൻ. ആ തള്ളയ്ക്കും ഒരു വോയിസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ മൊത്തത്തിൽ ആ കുടുംബമാണ് പെണ്ണിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എങ്ങനെ ജീവിച്ചും പൈസ ഉണ്ടാക്കണം, ആ പൈസ കൊണ്ട് നമുക്ക് സുഖിച്ച് ആർഭാടമായി ജീവിക്കണം, ഇളയ അനിയനെ അവളാണ് പഠിപ്പിക്കണേന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്വം ബാധ്യത ആ കുട്ടിക്ക് കൊടുക്കുക. 50 ലക്ഷം രൂപയുടെ കടം അവൾ തീർക്കുക. മൊത്തത്തിൽ ആ പെൺകുട്ടിയെ ഈ ഒരു ലെവലിൽ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ തന്ത തന്നെയാണ്. മാത്രവുമല്ല ഒരു സുഹൃത്തുമുണ്ട്. സുഹൃത്തിൻ്റെ കാമകേളികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ജാസ്മിൻ ജാഫറിൻ്റെ ഫാനോളികൾ വന്ന് എന്നെ ആക്രമിക്കാൻ നിൽക്കേണ്ട. ഞാനിതുവരെ ആ പെൺകുട്ടിയെ പറഞ്ഞതൊക്കെ സത്യമായി ഭവിച്ചിട്ടേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ജാസ്മിനോട് യോജിക്കാനൊക്കത്തില്ല. അമ്പലക്കുളത്തിൽ പോയി സർക്കസ് കാണിക്കാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസ്യതയും അവരുടെ ഒരു വികാരവുമാണ് ആ അമ്പലം. അത് നശിപ്പിക്കാനായിട്ട് ജസ്നയെ പോലെ തുനിഞ്ഞ് അങ്ങോട്ട് പോകരുത്. മോശമാണ്, മ്ലേച്ഛമാണ്, ചെയ്തതിന് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. എന്തായാലും കേസ് വരും, അത് ഉറപ്പാണ്. കാരണം പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് മാത്രമല്ല, ഇപ്പോൾ വൈറലായി പ്രശ്നമായി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൂടെയാണ്. ഇനിയും കൂടുതൽ മേത്തച്ചികൾ അങ്ങോട്ട് കെട്ടിക്കയറി ചെന്ന് അവർക്കുള്ള സ്വാതന്ത്ര്യം കൂടെ നശിപ്പിക്കരുത്. ബാക്കിയുള്ളവർക്ക് അതൊരു വികാരമാണ്. ദൂരെയുള്ളവർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്വീറ്റ് മെമ്മറീസ് ആണത്. അത് അവരെടുത്തുകൊണ്ട് വരാൻ പോലും അനുവാദമില്ലാത്ത തക്കവണ്ണം ഇത്തരം തോന്നിയ വസ്തുവും പേക്കൂത്തവും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.